സമാരാധ്യനായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു, നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ, our guest of honor, Innerville Club, President of Innerville Club of Trivandrum Suburban, Srimati Swapna Venugopal, her spouse, Mr. Venugopal, NAB Chief Advisor, Sri Josie Joseph Pulangulam, Vice Presidents, Sri Gopalakrishnan, Philip, then Molly Stanley, then our Treasurer, Sri Jalajakumar, മറ്റ് NAB-യിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ദെൻ ഇന്നർവീൽ ക്ലബ് സെക്രട്ടറി സുധാ ഗണേഷ്, ദെൻ അവർ ഓൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീമതി ലക്ഷ്മി ഗംഗാധർ, മറ്റ് സുഹൃത്തുക്കൾ വൈസ്മെൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ അലക്സാണ്ടർ, ഐ ഹാവ് ഫോർഗോട്ടൻ ഹിസ് നെയിം, ദെൻ ഫ്രം Omana, then Anila Alex, and then Annamma, or they are all new to me, or Annamma is new to me. മറ്റ് സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ, പ്രഭാത സ്നേഹ വന്ദനങ്ങൾ, അതോടൊപ്പം എൻ്റെ സ്നേഹ പ്രണാമവും. ഐക്യരാഷ്ട്രസഭ 1992 മുതൽ ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അങ്ങനെയാണ് അത് കോഡ് ചെയ്തിരിക്കുന്നത്. 1992 മുതൽ ലോകമെമ്പാടും ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎൻഒയുടെ ഒരു ഡേറ്റാണിത്. നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്ററായ വിദ്യ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്മസ് സെലിബ്രേഷനും ഡിസബിലിറ്റി ഡേയും കൂടെ സംയുക്തമായി ഇന്നിവിടെ ആഘോഷിക്കപ്പെടുകയാണ്. അംഗപരിമിതരായ നമ്മുടെ ഹതഭാഗ്യരായ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ശാക്തീകരണത്തിനും അവരുടെ ബഹുമുഖ വികസനത്തിനും അവരുടെ പുനരധിവാസത്തിനൊക്കെയായി നമ്മുടെ ജയകുമാർ പറഞ്ഞ പോലെ ഏകദേശം 1/2 നൂറ്റാണ്ടിലേറെ വർഷങ്ങളായി നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് അഹോരാത്രം പണിയെടുക്കുക. ഞങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, വിവിധ മേഖലകളിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ അവസരത്തിൽ കാലയവനിയയ്ക്കുള്ളിൽ കടന്നുപോയ എൻ്റെ സഹോദരനെ റവറൻഡ് ഫാദർ തോമസ് ബെല്ലിസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് PK രാജു. ഹി വാസ് വെരി ക്ലോസ്ലി സ്റ്റേയിങ് നിയർ ബൈ. അദ്ദേഹത്തെ ഞാനിവിടെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ചരമടഞ്ഞിട്ട് ഏകദേശം 1 വർഷമാകാൻ പോകും. കഴിഞ്ഞ ജനുവരിയിലാണ്. അദ്ദേഹത്തെ പലർക്കും ഇവിടെ ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വചനം, ലെസ് എബിലിറ്റി ഡസ് നോട്ട് മേക്ക് എ ലെസ്സർ ഹ്യൂമൻ ബീയിങ്. ലെസ് എബിലിറ്റി ഡസ് നോട്ട് മേക്ക് എ ലെസ്സർ ഹ്യൂമൻ ബീയിങ്. ശാരീരിക വൈകല്യത ഒരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിനെ ഒരു തരത്തിലും ഹാനിക്കപ്പെടുന്നില്ല. കുറേ കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളും ശാരീരിക ന്യൂനതയുള്ള വ്യക്തികളും തുല്യരാണ്. ഈ തുല്യതയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ആ തുല്യത അംഗീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഭിന്നശേഷിയുള്ളവരോട് അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി ഏതാനും വർഷങ്ങൾ 3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഇന്ത്യയിലെ 3 നഗരങ്ങളിൽ, ചെന്നൈ, ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ്, 3 നഗരങ്ങളിൽ കണ്ണുകെട്ടി അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡറായിട്ടൊരു വലിയ പ്രൊസഷൻ 3 നഗരങ്ങളിൽ ഒരേ സമയത്ത് നടത്തി. ഇത് ഞാൻ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഹിന്ദുവിൽ അത് പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പ്രൊസഷൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം കൊടുത്ത് ഞാനത് അപ്പോൾ ഓർത്ത് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. അതാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് 3 നഗരങ്ങളിലെ ഐക്യദാർഢ്യം മാത്രമല്ല അവയർനെസ്, സമൂഹത്തിനാണ് ഇതിൻ്റെ അവയർനെസ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, എന്നോട് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, helping others, helping other people, helping others is the greatest gift you can give to yourself.
ഞാനത് റിട്ടയർ ചെയ്ത ശേഷം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ശേഷമാണ് എനിക്കതിൻ്റെ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ആ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഹെൽപ്പിംഗ് അതേഴ്സ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു യുവർസെൽഫ്. Because actually a bit of fragrance, I can put it in English, and ചിലപ്പോൾ അത് എല്ലാവരും ചിലപ്പോൾ അത്ര ശരിയാക്കിയെന്ന് തോന്നുന്നു. എന്നാണ് ബുക്കിനകത്ത് വായിച്ചത്. A bit of fragrance always clings to the hand that sells roses. ഒരു റോസ കച്ചവടക്കാരന്റെ കയ്യില് ആ റോസാപ്പൂവിന്റെ മണം കാണും എന്ന് പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യാം. A bit of fragrance always clings to the hand that sells roses. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അതിന്റെ സൗരഭ്യം നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജോസി ജോസഫ് 10-15 വർഷം അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ എനിക്ക് മാർഗദർശിയായിരുന്നു. സോ ഐ ഓൾവേസ് സേ ദാറ്റ് ദി ഫ്രാഗ്രൻസ് ഓൾവേസ് clings to the hand that sells roses. അപ്പം എൻ്റെ സഹോദരങ്ങളെ, ഫിലിപ്പിനോട് പറഞ്ഞ് ഞാൻ ദീർഘമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിലും ഞാൻ പറയാണ്, ഐ മസ്റ്റ് ഓണസ്റ്റ്ലി സേ ദാറ്റ് അവർ ഐസ് ആർ യൂസ്ലെസ് ഇഫ് യുവർ മൈൻഡ് ഈസ് ബ്ലൈൻഡ്, ബിക്കോസ് kindness is the only language which the blind can see. Kindness is the only language which the deaf can hear. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ആഘോഷിക്കുന്നത് തന്നെ അംഗപരിമിതരായിട്ടുള്ള ഭിന്നശേഷിയുള്ളവരുടെ അവരുടെ പ്രവർത്തനത്തിനും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങൾക്കും വേണ്ടി ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ദിവസമാണിന്ന്. അവരുടെ ആരോഗ്യപരമായ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. ആരോഗ്യപരമായ പല അസമത്വങ്ങൾക്കും സഹായിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കോട്ടെ. പൂർണ്ണമായ അന്ധകാരത്തിൽ നിന്ന് ജീവിതത്തിന് വെളിച്ചം കൊടുത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു അന്ധയും ബധിരയുമായിരുന്ന ഹെലൻ കെല്ലർ. ഇന്ത്യയിൽ 1962 അവർ മരിച്ചത്. ഇന്ത്യയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ധയും ബധിരയുമായിരുന്ന ഹെലൻ കെല്ലർ ലോകത്തിന് വലിയ വെളിച്ചം കൊടുത്തു. അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് മാത്രം ഞാനിവിടെ ഓർത്തു പോകട്ടെ. ജീവിതത്തിൽ നേട്ടങ്ങളുടെ ലോകത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ആശയം, നിങ്ങളിവിടെ പൂക്കൾ മുഴുവനും നിങ്ങൾ പൊഴിഞ്ഞു പോയേക്കാം, പക്ഷെ നിങ്ങൾക്ക് വസന്തം ഒരിക്കലും നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുകയില്ല, വസന്തത്തെ തടയാൻ സാധിക്കുകയില്ല. നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സ്ഥാപനം ഈ അംഗപരിമിതരായിട്ടുള്ള കാഴ്ചപരിമിതരായിട്ടുള്ളവരുടെ ജീവിതത്തിന് വസന്തം നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ PK രാജുവിനെ പോലെയുള്ള പ്രവർത്തകർ ഞങ്ങൾക്ക് സഹകരണപരമായ രീതിയിൽ ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾ വരാം. നിങ്ങൾ ഓരോരുത്തരോടും പൂർണ്ണമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ. ഇന്നിവിടെ ഇന്റർവ്യൂ ക്ലബ്ബ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുകയാണ്. അവരെല്ലാവരെയും ഞാൻ ഈ സമയത്ത് വളർത്തുന്നു. എല്ലാവർക്കും നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിന് നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നമ്മോടൊപ്പം ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറായ ശ്രീ PK രാജു അവர்களാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ PK രാജു സാറിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോൺ ബിരിയൻ, സ്വാഗതം പറഞ്ഞ ശ്രീമാൻ ജയകുമാർ, അതുപോലെ തന്നെ ശ്രീ ജോസി ജോസഫ്, ശ്രീ ജലജകുമാർ, ശ്രീ ഗോപാലകൃഷ്ണൻ, പ്രിയങ്കരിയായിട്ടുള്ള മുൻ വാർഡ് കൗൺസിലർ ശ്രീമതി മോഡി സ്റ്റാലിൻ, അതുപോലെ തന്നെ ശ്രീമതി സ്വപ്ന, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ എത്ര ദിവസമാണെന്ന് ആരെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. 36,500 ദിവസം. ഒരു സംശയം, 100 വയസ്സ്, മാസം 1200, മണിക്കൂർ
9,97,740 ഈ മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് സെക്കൻഡ് കൂടി ജീവിക്കുന്നതാണ്. എന്തിനാണ് അങ്ങനെ ഒരു മനുഷ്യൻ കണക്ക് കൂട്ടി എനിക്കിനി എത്ര നാൾ ജീവിതമുണ്ട് എന്ന് കണക്ക് കൂട്ടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ? അപ്പോഴാണ് അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ താഴ്ന്നിരിക്കുന്നത്. 1982 അന്നത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് ലാത്തി ഉപയോഗിച്ച് എൻ്റെ മണ്ടയിൽ അടിച്ചതിൻ്റെ ഫലമായി വലത്തെ കണ്ണ് നഷ്ടപ്പെട്ട ആളാണ്. ഈ വലത്തെ കണ്ണ് വെച്ചിട്ട് ലോകത്ത് എത്ര ദൂരം എനിക്ക് കാണാൻ കഴിയുമോ അത്രയും കാഴ്ച തിരിച്ചു. റീജൻസ് കേസ് സെൻ്ററിലും ചിത്ര മെഡിക്കൽ സെൻ്ററിലും അപ്പോളയിലും രാജ്യത്തിന് പുറത്തും ചികിത്സ തേടിയിട്ടും അത് കഴിഞ്ഞില്ല. അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. മെഡിക്കൽ കോളേജിൻ്റെ തിരുമുറ്റത്ത് താമസിക്കുന്ന ഒരു സാധാരണ ചായക്കട കച്ചവടക്കാരിയുടെ മകനും അങ്ങനെ വളർന്നു വന്ന ഞാൻ 82 ശേഷം, അതായത് വിദ്യാർത്ഥിയായതിനു ശേഷം യുവജന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ എന്നെ പഠിപ്പിച്ചതനുസരിച്ച് അവിടെ എത്തുന്ന രോഗികളുടെ ചികിത്സാ സഹായവും അവർക്ക് വേണ്ട സഹായവും ചെയ്ത് പഠിച്ചതോടെ എൻ്റെ കണ്ണ് തിരിച്ചു കിട്ടിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദനയുള്ളവരോടൊപ്പം സഞ്ചരിക്കുക, അവരോട് സംസാരിക്കുക. അവസാനം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, ഞാൻ പറയുന്നത് വേറെ കാരണം കൊണ്ടാണ്, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ മുന്നിൽ പുഴുവരിച്ചു കിടക്കുന്ന ഒരു ആന്ധ്ര സ്വദേശി, അത് ഈസ്റ്റ് കോർട്ടിലല്ല കോവളത്തല്ല കിടക്കുന്നത്, മറ്റൊരിടത്തുമല്ല കിടക്കുന്നത്, കാഷ്വാലിറ്റി. അദ്ദേഹത്തെ ബഹുമാനത്തിൽ കിടക്കുന്ന എൻ്റെ അവിടുത്തെ ഒരു ഡോക്ടർ വിളിച്ചിട്ട്, ഡെപ്യൂട്ടി മേയറെ നിങ്ങൾ ഈ നാട്ടിലാണ് എല്ലാ സഹായത്തിന് നിൽക്കുന്ന ആളാണ് സാർ, അദ്ദേഹത്തിന് ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ പേര് പുറത്ത് പറയരുത്, താങ്കൾ വരണം. അത് വളരെ വളരെ വിഷമിച്ചു പോയി. കാരണം ഇത് എവിടെയെങ്കിലും തെരുവിൽ കിടക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മുന്നിൽ 2 കാലിൽ നിന്നും ലക്ഷക്കണക്കിന് പുഴുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. കോലാഹലങ്ങൾക്കപ്പുറം കോലാഹലങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് എത്തി. ഒരു മനുഷ്യന് മാത്രമേ ഇത് കഴിയൂ. നിങ്ങളുടെ ഈ സംഘടന 1962 ബോംബെയിലാണ് നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരു ഘടകം കേരള ബ്രാഞ്ചാണ്. ഇത് നടത്തിപ്പുകാരനാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ശക്തി കൂടി. അവൻ്റെ കണ്ണ് വിലപ്പെട്ട കണ്ണാണ്. ഇത് നടത്തിക്കൊണ്ട് പോകാനാണ് പാട്. ഒരു കോഴി മുട്ടയിടുന്നത് എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഭാര്യ എടുത്ത് പറയും, എൻ്റെ ഭാര്യ ശീലയോട് ഞാൻ പറയും, എനിക്കൊരു ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഓംലേറ്റ് അടിച്ചത്. പക്ഷേ ആ കോഴി മുട്ട ഇടാൻ പെട്ട പാട് കോഴിക്ക് അറിയാം. ഈ സംഘടന കൊണ്ട് നടക്കുന്ന അതിൻ്റെ ഭാരവാഹികൾ കണ്ണുള്ളവരാണല്ലോ. പിന്നെ കണ്ണില്ലാത്തവൻ്റെ കാഴ്ചയില്ലാത്ത കാര്യത്തിൽ നോക്കുന്ന കാര്യമുണ്ട്. എത്രയോ പേർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര പേരാണ് കൈപിടിച്ച് അവരെ ട്രെയിനിനകത്ത് കയറ്റാനും ഓടയിൽ വീഴാതെയും. ഇവരെ ആരുടെ സഹായം ഇല്ലെങ്കിൽ അത് പ്രകൃതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു ഓടയിൽ വീഴില്ല, നമ്മൾ വീഴാനും അവർ വീഴില്ല. അവിടെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ മുത്തശ്ശന്മാരാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ, ഒരു മുൻ കൗൺസിലറുടെ ഒരു മേയറുടെ ഭാര്യ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ മാസം തുടങ്ങുകയാണ്. ഈ മാസം 25-ാം തീയതിയോടുകൂടി പുതിയ ബഡ്ജറ്റ് വരികയാണ്. 1650 കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് തുക മാറ്റിവെക്കുന്നത്. മാർഗരേഖകൾക്ക് അകത്ത് നിന്നുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള നിങ്ങൾ എന്ത് നഗരസഭയ്ക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയും? എത്ര കോടി രൂപ ആണെങ്കിലും മാറ്റിവെക്കുന്നത് അത് നിങ്ങൾ പുറപ്പെടുക. അവിടെയാണ് എന്നുവെച്ചാൽ ഒരു വീട്ടിൽ എൻ്റെ ചേച്ചി ജനനം മുതൽ മരണം വരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു കൂടെ പിറക്കും. ഇവർക്ക് ആദ്യം ഊന്നൽ നൽകുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ
അതുപോലെ തന്നെ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ സ്ഥാപനങ്ങളിൽ നിന്ന്, ഈ സംഘടനകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ ഭാരവാഹികളെ, വേദിയിലും സദസ്സിലും മറ്റ് വിശിഷ്ട അതിഥികളെ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ അവറുകളെ, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നർവീൽ ക്ലബ്ബ് ബ്രെയിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി 10,000 രൂപ നൽകാമെന്ന് അറിയിക്കുകയും അത് കേരളത്തിലെങ്ങും ഈ സാധനം ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ഡെറാഡൂണിൽ അഡ്വാൻസ് എഞ്ചിനീയറിങ്, അതുപോലെ തമിഴ്നാട്ടിലെ കാട്ട്പാടിയിൽ വെർത്ത് ട്രസ്റ്റ്, ഇവിടെ രണ്ടിടത്തും കാറ്റലോഗിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ കാറ്റലോഗ് കിട്ടി. അതിൽ ഏറ്റവും കുറഞ്ഞ വില ഉള്ള സാധനം നമ്മൾ ആണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ ബ്രെയിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങളാണ്. കാരണം ഇവിടെ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം അതിന് വലിയ വില കൂടുതലാണ്. അപ്പോൾ 10,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ 23 ബ്രെയിലും 10 വൈറ്റ് കെയിനും, വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വൈറ്റ് കെയിന്. ഇത് കാഴ്ച പരിമിതിയുള്ളവർ നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നീളമുള്ള വടിയാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 320 രൂപ വിലയുണ്ട്. കാരണം ചെറിയ സാധനം നമ്മൾ കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അതിന് നല്ല വിലയുള്ള സാധനമാണ്. ബ്രെയിൽ എക്യുപ്മെൻറ്റ്സ് പൊതുവേ എല്ലാം വില കൂടുതൽ സാധനമാണ്. ഇതാണ് നമ്മൾ കാഴ്ച പരിമിതിയുള്ളവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ വൈറ്റ് കെയിൻ. അതുപോലെ തന്നെ ഇത് റബ്ബർ ഷീറ്റാണ്. ഈ റബ്ബർ ഷീറ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ്ങിന് വേണ്ടി പേപ്പർ ഇതിൽ വെച്ചിട്ട് വേറൊരു വീലുണ്ട്, സ്പെർ വീൽ. ഇത് വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് താഴെ അതിൻ്റെ വര വീഴും. അപ്പോൾ അതിന് ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിനും വിലയാണ് ഇവിടെ. ബ്രെയിൽ പേപ്പറിൻ്റെ ഒരു ഷീറ്റിന് 2,000 രൂപ വിലയുണ്ട്. സാധാരണ രീതിയിൽ ഒരു പേപ്പർ 40 പൈസ 50 പൈസ കിട്ടുമ്പോൾ ബ്ലൈൻഡ് ഉപയോഗിക്കുന്ന ബ്രെയിലിന് 2,000 രൂപ വിലയാണ്. അതുപോലെ തന്നെ സാധാരണ ഒരു പേജിൽ എഴുതാൻ പറ്റുന്ന മാറ്റർ ബ്രെയിലിലേക്ക് മാറ്റുമ്പോൾ അത് 3 പേജ് വരും. അതായത് 3-4 മടങ്ങ് കൂടുതലായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു 40 പൈസ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറിൽ ബ്രെയിലിൽ എഴുതി വരുമ്പോഴത്തേക്ക് 6 രൂപയും മേളിൽ ചിലവ് വരും. അങ്ങനെ കൂടുതൽ ചിലവുള്ള ഒരു രീതിയാണ് കാഴ്ച പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസ രീതി. അതുമാത്രമല്ല, അതിൻ്റെ ഉപകരണങ്ങളൊന്നും ഇവിടെ കിട്ടാനുമില്ല. ബ്രെയിൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് ഉപയോഗിച്ചാണ് കാഴ്ച പരിമിതിയുള്ളവർ ഇതിൽ ഇടയ്ക്ക് പേപ്പർ വെച്ചിട്ട് സ്റ്റൈലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ച് കുത്തി മറുവശത്ത് അതിൻ്റെ ഡോട്ട് വരും. ആ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വില 320 രൂപയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. 10,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയാൽ തന്നെ ആവശ്യത്തിൽ ഉള്ള ഉപകരണം കിട്ടില്ല, കാരണം അത്രയ്ക്ക് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഏതായാലും ഇത് ഇത്രയും നമുക്ക് തന്ന് സഹായിച്ച ഇന്നർവീൽ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാനില്ല, ഇവിടെ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കട്ടിയുള്ള പേപ്പർ ഒക്കെ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നമ്മൾ വരുത്തിയത്. കട്ടിയുള്ള പേപ്പർ തന്നെ 1000 ഷീറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആവശ്യക്കാരെ കണ്ടെത്തി ആവശ്യക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് ഇത് സമയങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഇതിനെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തായിട്ട് നമുക്ക് ഈ ബ്രെയിൽ എക്യുപ്മെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സബർബൻ ആണ്. ആ ക്ലബിൻ്റെ പ്രസിഡന്റായ ശ്രീമതി സപ്ന മാഡത്തിനെ ക്ഷണിച്ചു കൊടുക്കുന്നു രണ്ട് വാക്ക് സംസാരിക്കാൻ. ശ്രീ P.K. രാജു അവർകൾ, പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുര്യൻ സർ, ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ സർ, സദസ്സിലെയും ഡയസിലെയും എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ഗ്രൂപ്പിലെ
ഞങ്ങൾ ഇന്നർവീൽ അംഗങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഒന്നാണ് ഇന്നർവീൽ. സേവനവും സൗഹൃദവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജോൺ കുര്യൻ സാറിൻ്റെ പത്നി മേഴ്സി മാഡം ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സബർബൻ്റെ സ്ഥാപക മെമ്പറിൽ ഒരാളാണ്. ജോൺ കുര്യൻ സാറും മേഴ്സി മാഡവും ഞങ്ങൾക്ക് ഗുരുതുല്യരായ വ്യക്തികളാണ്. വേൾഡ് ഡിസബിലിറ്റി ഡേ ആൻഡ് ക്രിസ്മസ് ഡേ സെലിബ്രേഷന് തന്നെ ഇവിടെ വരാനും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഉപകരണങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ബ്ലൈൻഡ് അസോസിയേഷന് ഇത്രത്തോളം നല്ല ഒരു ട്രെയിനിങ് സ്ഥാപനം ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമാണ്. ഇത്ര നന്നായി സേവന തൽപരരായി ഈ സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ ഭാരവാഹികൾക്കും അനുമോദനങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നർവീലിൻ്റെയും എൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുവാൻ വേണ്ടി NABയുടെ ചീഫ് അഡ്വൈസറായ ശ്രീ ജോസി ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്ന നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുര്യൻ, മറ്റ് സ്നേഹമുള്ള നേതാക്കളെ, ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് വായിച്ച് ചെയ്ത് നോക്കിയപ്പോഴേ ക്രിസ്മസ് മെസ്സേജ് അതിന് അത്ര വലിയ പ്രസക്തി ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം മറ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളെ, ഒന്ന് ഡെപ്യൂട്ടി മേയർ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ച ശേഷം സ്ഥലപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും വിചാരിക്കാത്ത തരത്തിലുള്ള വളരെയധികം സഹായങ്ങൾ അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സബർബൻ നമ്മളോട് ഈ ഒരു പരിപാടിക്ക് സഹകരിച്ച് അതിൻ്റെ ഓഫീസ് ബെയറേഴ്സും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനും വളരെ സന്തോഷമുണ്ട്. ക്രിസ്മസ് മെസ്സേജിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഈ ക്ലബ്ബ് ഈ ഓർഗനൈസേഷൻ തുടങ്ങിയ കാലം മുതൽ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ വേൾഡ് ഹാൻഡിക്യാപ്ഡ് ഡേ ആഘോഷിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് വൈറ്റ് കെയിൻ ഡേ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ക്ലബ് ചെയ്ത് ആഘോഷിച്ചു വരികയാണ്. അപ്പോൾ ക്രിസ്മസ് നമുക്കറിയാം, ഡിസംബർ എന്നുള്ളത് ന്യൂ ഇയറും ക്രിസ്മസുമായിട്ട് ലിങ്ക് ചെയ്ത് ആഘോഷങ്ങൾ മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും ഉള്ള സംഘടനകളിലും നടക്കാറുണ്ട്. ആ രൂപത്തിൽ ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വേദിയിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു മെസ്സേജ്, ഞാൻ ക്രിസ്മസ് മെസ്സേജ് എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും പകരുക. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെപ്യൂട്ടി മേയർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെയും ഇന്നർവീൽ ക്ലബ് ട്രിവാൻഡ്രം സബർബൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിലൊക്കെ കൂടുതലായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നത് കാഴ്ച പരിമിതിയുള്ള ആൾക്കാരുടെ ഒരു പ്രധാന സാന്നിധ്യം. ഏകദേശം 80-90% ആൾക്കാർ ഈ ഹോളിലിരിക്കുന്ന
ആൾക്കാരിൽ 90% കാഴ്ച പരിമിതിയുള്ള എൻ്റെ സഹോദരങ്ങളാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹമായിട്ട് സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ സഹകരണം വളരെ വളരെ വലുതാണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന ചീഫ് ഗസ്റ്റിനെയും അതുപോലെ തന്നെ ഇന്നർവീൽ ക്ലബിനെ പോലെയുള്ള വിശാല മനസ്കരായ റോട്ടറി ക്ലബ്ബ്, വൈസ്മെൻസ് ക്ലബ്ബ്, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സാന്നിധ്യം, നിങ്ങളുടെ ഈ സാന്നിധ്യം NABയുടെ കൂടെ, കേരള ബ്രാഞ്ചിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കണം. ഞാൻ അതിലാണ് സന്തോഷിക്കുന്നത്. 90% കാഴ്ച പരിമിതി ഉള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ ഒരു അസറ്റാണ്. നിങ്ങൾ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ നിങ്ങളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കണം. കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കൊടുക്കാത്തതാണെങ്കിൽ അതുകൂടെ കൊടുത്ത് ഇനിയും പല പല പരിപാടികളെ നമ്മളിവിടെ ആസൂത്രണം ചെയ്യും. അതിലൊക്കെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. കാരണം പ്രവർത്തിക്കാൻ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസിൻ്റെ സാന്നിധ്യം വേണം. അത് തീർച്ചയായിട്ടും ഇന്ന് അക്കാര്യത്തിൽ NABയുടെ ഓർഗനൈസേഷൻ ഇതിനകത്ത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും സംതൃപ്തിയോട് തന്നെ പറയുന്നു. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ ന്യൂ ഇയറും ക്രിസ്മസും ആശംസകളെ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്മസ് ആഘോഷത്തിന്റെ തുടക്കമായിട്ട് നമുക്കൊരു കേക്ക് കട്ടിംഗ് ആണ് ആദ്യമായിട്ട്. ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉള്ളതാണ്. അതിന് മുൻപായിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി NABയുടെ ട്രഷററായ എഞ്ചിനീയർ AP ജലജകുമാർ സാറിനെ ക്ഷണിക്കുന്നു. വളരെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ NABയുടെ പ്രസിഡന്റ് ശ്രീ ജോൺ കുര്യൻ സാർ, ജനറൽ സെക്രട്ടറി ശ്രീ എഞ്ചിനീയർ ശ്രീ ജയകുമാർ, ഒരു ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ ചീഫ് അഡ്വൈസറുമായ ശ്രീ ജോസഫ് സാർ, ഇന്ത്യൻ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന വേണുഗോപാൽ, നമ്മുടെ വൈസ് പ്രസിഡന്റുമാരെ ശ്രീ സാർ, ശ്രീ ഫിലിപ്പ്, ശ്രീമതി മോളി സ്റ്റാൻലി മാഡം, വൈസ്മാൻ പ്രസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയെ നയിക്കുന്ന ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ, പ്രഗത്ഭനും കരുത്തനുമായ ശ്രീ അലക്സാണ്ടർ, മറ്റ് വേദിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് വേൾഡ് ഡിസബിലിറ്റി ഡേയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ഈ സംഘടിപ്പിച്ച ഫംഗ്ഷൻ അതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് സഹായിച്ചത് ഇന്ത്യൻ ക്ലബിൻ്റെ ഭാരവാഹികളാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞു, അദ്ദേഹം അത്യാവശ്യമായി പോയി. ആദ്യമായി ഞാൻ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച
ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ PK രാജു അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഇന്നർവ്യൂ ക്ലബിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോൺ കുര്യൻ സാറിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് തന്ന് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സന്മനസ് കാണിച്ച ഇന്നർവ്യൂ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന മേഡത്തെ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. മറ്റ് ശ്രീ ജോസഫ് സാർ, ശ്രീ മോളി സാൻലി മാഡം, ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ, മറ്റ് ഈ വേദിയിലും സഹകരിക്കുന്ന ബഹുമാന്യരായ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. ആദ്യത്തെ ഗാനം ആലപിക്കാൻ വേണ്ടി ശ്രീമതി ഡോളി വിജയനെ ക്ഷണിക്കുന്നു.
പിരിയും ചിരിയെ പാടുയരാൻ ചിറകിലലയാൻ തോന്നരുളയും മനസ്സിൽ വെറുതെ നിന്നെ ഒന്നു കാണാനൂരിൽ മഞ്ഞു കനവിൽ എന്നെ നിന്നോരോ വാക്കിലും നീളം നോക്കിയും പൂന്തേ തുള്ളികൾ നിറയെ പുള്ളിയെ എന്റെ മായാജാലമോ എന്നെ തന്നലാണെവിടെ മറന്നു നിറമായി നിഴലായി നീ ഇന്നേ നാളും നിറവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാടുയരാൻ ചിറകിലലയാൻ തോന്നരുളയും മനസ്സിൽ വേദന അടുത്തതായിട്ട് നമ്മുടെ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ KSRTC ബസ് ഏതായാലും സാധനം അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ബീറ്റ് പോയതുകൊണ്ടാവും നോക്കാം. അടുത്തായിട്ട് നമ്മുടെ ഒരാൾ ഷൂ ഇട്ട് നടന്നു വന്നുള്ള ഒരു ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കയ്യടിയുടെ അടുത്തായിട്ട് നമ്മുടെ സാമ്രാജ്യം സിനിമയിലെ മമ്മൂക്കയുടെ ആ ഒരു BGM ശ്രദ്ധിക്കാം. ഞാൻ എത്ര ഒരു സാമ്രാജ്യം കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കാണിച്ചത്. അടുത്തതായിട്ട് നമ്മുടെ കെട്ടിപ്പൂടി പാട്ട് കേട്ടിട്ടുണ്ടാവില്ലല്ലോ, താരികളില്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ഫസ്റ്റ് ബീറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ പാണ്ടിമേളം അതും ഒന്ന് കാണിച്ചിട്ടുള്ള സാധനം. കൊച്ചിമിമിക്രി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആ അറിയാം, സോറി വേറെ കാണിക്കാൻ അറിഞ്ഞൂടാ.
സോജൻ പാട്ട് പാടുന്നത് കേൾക്കുന്നു. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചോലപ്പുഴയും കണ്ടേ, ആ മുത്തു വിൽക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കത്തിലക്കല്ല ഇതാ, എന്റെ മോളെ കത്തിലക്കല്ല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കത്തിലക്കല്ല ഇതാ, എന്റെ മോളെ കത്തിലക്കല്ല ഇതാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത പണി ചെയ്തു. കല്യാണം കുട്ടികളിൽ നടവേണ, കല്യാണം കുട്ടികളിൽ നടവേണ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി, പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി. ജാമ്യം കിട്ടുമ്പോൾ പാകും വേലായതോ, ജാമ്യം കിട്ടുമ്പോൾ പാകും വേലായതോ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കച്ചിന് കല്ല് കുടിച്ച് എന്റെ മോളെ കട്ടത്തിലക്കല വേലായതോ, എന്റെ മോളെ കട്ടത്തിലക്കല വേലായതോ. അപ്പരല് പരല് പരല് പൂവാല് പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പരല് 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 പൂവാല് പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോട്ട മൂടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും നടത്തി ഓരോട്ടോ വണ്ടി. എല്ലുമുറിയ പണിയെടുത്തെന്റെ പങ്കട്ടം കുടിച്ച കാലം, പള്ള നിറയ്ക്കാൻ വഴിയിലകന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നു ഞാൻ. ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേ.